45 പെട്ടികൾ. അതിൽ ചേതനയറ്റ മനുഷ്യർ മാത്രമല്ല, അവർ നെയ്തു തീർത്ത സ്വപ്നങ്ങളും താണ്ടിയ ബുദ്ധിമുട്ടുകളും കൂടിയുണ്ട്. വളരെ വൈകാരികമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകൾ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി കടൽ കടന്നവരാണ്. കൈനിറയ സമ്മാനങ്ങളുമായി തിരിച്ച് വീടണയാൻ കൊതിച്ചവരാണ്. കുവൈത്തിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായി നാടിന്റെ തീരാ നൊമ്പരമായി മാറിയത്. മരിച്ച 23 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടുകളിലേക്ക് എത്തിച്ചപ്പോൾ കരളലിയിക്കുന്ന കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷികളായത്. ബുധനാഴ്ച പുലർച്ചെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മംഗഫിലെ താമസ സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ 23 മലയാളികളടക്കം 49 പേർ മരിച്ചു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് പ്രാഥമിക നിഗമനം. പുക ശ്വസിച്ചാണ് ഭൂരിഭാഗം പേരും മരിച്ചത് എന്നാണ് പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും പറയുന്നത്. കുവൈത്തിലെ ദുരന്തം നടന്ന ബിൽഡിങ്ങിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുവൈത്തിലെ മംഗഫ് ബ്ലോക്ക് 4-ൽ NBTC ആൻഡ് ഹൈവേ കമ്പനിയിലെ 196 ജീവനക്കാർ താമസിക്കുന്ന 6 നില കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. തീ കണ്ട് ഭയന്ന് കെട്ടിടത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഈ കെട്ടിടത്തിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. തമിഴ്നാടടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെയുണ്ട്. 6ഓളം ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് ഇവരെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ ഈ ഓഫീസിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ നമുക്ക് അവിടെ തന്നു. അതനുസരിച്ച് നമ്മൾ കമ്പനി അധികൃതർ അവരും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ റൂമുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇവർ രക്ഷപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ പിന്നെ ഇവരുടെ ബന്ധുക്കൾ, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫിംഗർ പ്രിൻ്റ് ഓഫീസിൽ കൊണ്ടുവരികയും രാത്രി ഒരു 2 മണിവരെ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആംബുലൻസിലെ നേഴ്സസ് അടക്കം മറ്റു റീജിയനിലുള്ള എല്ലാ നേഴ്സസും വലിയ രീതിയിലുള്ള ഒരു സഹകരണമായിരുന്നു നൽകിയത്. ഏകദേശം 49ഓളം പേഷ്യൻസാണ് കുവൈറ്റിലെ വിവിധ ഹോസ്പിറ്റലിലായിട്ട് അഡ്മിഷൻ ആയിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സംഭരിച്ച ഗ്യാസ് സിലിണ്ടറുകൾ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. ഫയർഫോഴ്സിന്റെ സാങ്കേതിക പരിശോധനയും അന്വേഷണവും പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ബാൽക്കണിയിലുള്ള ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് കനത്ത പുകയാണ് വരുന്നത് ഈ ബിൽഡിങ്ങിൽ നിന്ന്. ഉടൻ തന്നെ താഴേക്ക് എത്തുമ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ മുഴുവൻ ഈ വിൻഡോ സൈഡിൽ വന്നിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലറി കരയുന്നൊരു കാഴ്ചയാണ് നമ്മൾ ആ സമയത്ത്. നമ്മൾ അവിടെ ഓടി എത്തുമ്പോഴേക്കും തന്നെ ആൾക്കാർ ഈ ജീവനരക്ഷാർത്ഥം ചാടുന്നുണ്ടായിരുന്നു. 1, 2, 6ാമത്തെ നിലയിൽ നിന്ന് പോലും ആൾക്കാർ പിന്നെ താഴേക്ക് ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഇപ്പം എനിക്ക് പരിചയമുള്ള അയൽവക്കത്തെ ഒരു ബിൽഡിംഗ് ആയതുകൊണ്ടും എനിക്ക് ഒരുപാട് പരിചയം, നമ്മൾ ദിവസം കാണുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരുടെ നിലവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും ഓടിയെത്തുമ്പോഴേക്കും വീഴുമായിരുന്നു. നമുക്ക് വീഴുന്ന ആൾക്കാരെ എടുത്തുകൊണ്ടില്ല, പല ആൾക്കാരുടെയും നല്ല ക്ഷതം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ല് പൊട്ടുകയും കാല് പൊട്ടുകയും ഒക്കെ ചെയ്തു, തലമുറിയൊക്കെ ചെയ്യുന്നു. ഈ മരണപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ കറുത്ത പുക ശ്വസിച്ചിട്ടാണ്. തീപിടുത്തത്തിൽ സുരക്ഷാ വീഴ്ച ആരോപിച്ച് 2 പേരെ അറസ്റ്റ് ചെയ്തതായി കുവൈത്ത് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കുവൈത്ത് പൗരനെയും പ്രവാസിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. നരഹത്യക്കും അശ്രദ്ധ മൂലം അപകടമുണ്ടാക്കിയതിനുമാണ് കേസ്. നിരവധി പേരെ അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു. ഇവരെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. കുവൈത്തിലെ അപകടം നടന്ന മംഗഫിൽ നിന്നും സലീം കോട്ടയിൽ, മീഡിയ 1 കുവൈറ്റ് സിറ്റി. പത്തനംതിട്ട ജില്ലയിൽ 6 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഉറ്റവരുടെ മൃതദേഹങ്ങൾ കണ്ണീരോടെയാണ് കുടുംബങ്ങൾ ഏറ്റുവാങ്ങിയത്. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സ്ഥിരീകരിച്ചത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുമായിരുന്നു. 6 പേരുടെ മരണമായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്നും മാത്രം സ്ഥിരീകരിച്ചത്. പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ ശശിധരൻ, 31 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായം. അമ്മയും ഒരു സഹോദരിയും മാത്രമാണുള്ളത്. സഹോദരി വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം മറ്റൊരു വീട്ടിലാണ് താമസം. ഭർത്താവ് ദുബായിലാണ് ജോലി ചെയ്തു വരുന്നത്. ഈ ആകാശിൻ്റെ മരണവിവരം അറിയുന്ന സമയത്ത് അമ്മ മാത്രമായിരുന്നു ആകാശിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. 1.5 വർഷം മുമ്പ് മാത്രമാണ് 1.5 വർഷം മുമ്പ് ആകാശ് വന്ന് തിരികെ പോയതാണ്. വീട്ടിൽ വന്നതിന് ശേഷം കുവൈറ്റിലേക്ക് തിരികെ പോയതാണ്. ഈ ഓണത്തിന് നാട്ടിൽ വരാനിരിക്കവെയാണ് ഇത്തരത്തിലൊരു മരണം ആകാശിന് സംഭവിക്കുന്നത്.
പന്തളം സ്വദേശി ആകാശ് നായരുടെ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത് നാളെയാണ്. നാളെയായിരിക്കും ആകാശിൻ്റെ സംസ്കാരം നടക്കുക. ആകാശിൻ്റെ സഹോദരി ഭർത്താവ് ദുബായിൽ നിന്നും എത്തിച്ചേരേണ്ടതുണ്ട്. ശനിയാഴ്ച രാവിലെ ആയിരിക്കും അദ്ദേഹം എത്തിച്ചേരുക. അതിനുശേഷം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ശനിയാഴ്ചയാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമതായി സ്ഥിരീകരിച്ചത് വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ ആയിരുന്നു. മുരളീധരൻ നായർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വളരെ ഏറിയ കാലത്തെ ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ കമ്പനിയിൽ തന്നെയായിരുന്നു അദ്ദേഹം കുറേ കാലമായി ജോലി ചെയ്തു വരുന്നത്. ഈ കമ്പനി പിന്നെയും അദ്ദേഹത്തിന് ഒരു പ്രോജക്റ്റും കൂടെ താങ്കൾ ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥനയെ മുരളീധരൻ നായർക്ക് മുമ്പിൽ വെക്കുകയും മുരളീധരൻ നായർ ഈ കമ്പനിയിലേക്ക് പോവുകയുമായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത്. വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ സംസ്കാരം ഇന്ന് നടത്തി. നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അല്പനേരം പൊതുദർശനത്തിന് വെക്കുകയും അതിനുശേഷം സംസ്കരിക്കുകയുമായിരുന്നു. പത്തനംതിട്ട കോന്നി സ്വദേശി സജു വർഗീസും മുരളീധരൻ നായരും ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. സജു വർഗീസിൻ്റെ വിവാഹം കഴിഞ്ഞ് 2 പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഇളയ മകളുടെ പഠനാവശ്യത്തിനായി ഈ 20-ാം തീയതി നാട്ടിലേക്ക് വരാനിരിക്കവെയാണ്, എല്ലാവിധമായുള്ള തയ്യാറെടുപ്പുകളും നടത്തി നാട്ടിലേക്ക് വരാനിരിക്കവെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിക്കുന്നത്. കോന്നി സ്വദേശി സജു വർഗീസിൻ്റെ സംസ്കാരം തിങ്കളാഴ്ചയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും മൃതദേഹം നേരെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശി തോമസ് ഉമ്മച്ചൻ, 37 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ഏറെ നേരം ഇദ്ദേഹം മിസ്സിംഗ് ആണ് എന്നുള്ളൊരു വാർത്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ആദ്യം വരുന്നത്. അതവരെ ഏറെ വേദനയിലേക്കായിരുന്നു തള്ളിയിട്ടത്. അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള യാതൊരുവിധമായിട്ടുള്ള വിവരങ്ങളും കുടുംബത്തിന് ലഭിക്കുന്നില്ലായിരുന്നു. അതിനെല്ലാം അവസാനമാണ് തോമസ് ഉമ്മൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത അവരുടെ വീട്ടിലേക്ക് അവരെ തേടിയെത്തുന്നത്. തോമസ് ഉമ്മൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്കാണ് നേരെ മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഞായറാഴ്ചയായിരിക്കും നടക്കുക. പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശി സിബിൻ പി എബ്രഹാം, 31 വയസ്സ് മാത്രമായിരുന്നു സിബിൻ്റെ പ്രായം. വിവാഹം കഴിഞ്ഞ് 8 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് സിബിനുണ്ടായിരുന്നത്. 1.5 വർഷം മുമ്പ് മാത്രമാണ് സിബിൻ്റെ വിവാഹം കഴിഞ്ഞത്. മരണത്തിലേക്ക് എറിയപ്പെടുന്നതിനും തൊട്ട് മുൻപ് സിബിൻ ഭാര്യയെ വിളിച്ച് ഫോണിലൂടെ കുഞ്ഞിനെ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ സിബിൻ്റെ പിറന്നാളാണ്. സിബിൻ്റെ കുഞ്ഞിൻ്റെയും പിറന്നാൾ ഓഗസ്റ്റ് മാസത്തിലാണ്. അതുപോലെ തന്നെ സിബിൻ്റെ അമ്മ മരിച്ചതിൻ്റെ ഓർമ്മയും ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിലേക്ക് വരാനിരിക്കവെയാണ് ഇത്തരത്തിലൊരു മരണം സിബിന് സംഭവിക്കുന്നത്. സിബിൻ്റെ അച്ഛനും ഇതേ കമ്പനിയിൽ 20 വർഷത്തോളം കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. 2 വർഷം മുമ്പാണ് ഇദ്ദേഹം രാജിവെച്ച് നാട്ടിലേക്ക് വന്നിരുന്നത്. അതുപോലെ തന്നെ സിബിൻ്റെ സംസ്കാരവും തിങ്കളാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സിബിൻ്റെ മൃതദേഹവും മോർച്ചറിയിലേക്ക് തന്നെ മാറ്റുകയാണ് ചെയ്തത്. 6ാമതായി സ്ഥിരീകരിച്ചത് പത്തനംതിട്ട നിരണം സ്വദേശി മാത്യു തോമസ് ആയിരുന്നു. 53 വയസ്സായിരുന്നു മാത്യുവിൻ്റെ പ്രായം. ഇപ്പോൾ കുടുംബമായി ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാടാണ് ഇദ്ദേഹം താമസിച്ചു വരുന്നത്. നിരണം സ്വദേശിയുടെയും മൃതദേഹം നേരെ മോർച്ചറിയിലേക്ക് മാറ്റുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളാണ് നിതിൻ തോമസ് നൽകിയത്. സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ചിറകിലേറെ കടല് കടന്നവരാണ് ചേതനയേറ്റ ഉറ്റവർക്കടുത്തേക്ക് എത്തിയത്. കൊല്ലം ജില്ലയിൽ 4 പേരാണ് ഈ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടത്. 2 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ദുരന്തത്തിൽ കൊല്ലം സ്വദേശികളായ 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആദിശനല്ലൂർ സ്വദേശി ലൂക്കോസ്, പുനലൂർ സ്വദേശിയായിട്ടുള്ള സാജൻ ജോർജ്, കടവൂർ സ്വദേശി സുമേഷ്, ഒപ്പം ശൂരനാട് സ്വദേശിയായിട്ടുള്ള ഷമീർ. ഇതിൽ എല്ലാ വീടുകളും അതീവ ദുഃഖകരമായ അവസ്ഥയിലാണ് പോകുന്നത്. ശൂരനാട് സ്വദേശിയായിട്ടുള്ള ഷമീർ ആകട്ടെ അധികം വൈകാതെ നാട്ടിലേക്ക് വന്ന് താമസമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. കുവൈറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ആദിശനല്ലൂർ സ്വദേശിയായിട്ടുള്ള ലൂക്കോസ് അടുത്ത മാസത്തോടുകൂടെ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു പൊടുന്നനെയുള്ള മരണം. പുനലൂർ സ്വദേശി സാജൻ ജോർജ് ആകട്ടെ 1.5 മാസം മുൻപ് മാത്രമാണ് ജോലിക്കായി വിദേശത്തേക്ക് പോയത്. നാട്ടിൽ തന്നെ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്ന സുമേഷ് മെച്ചപ്പെട്ട ഒരു ജോലി തേടിയായിരുന്നു കുവൈറ്റിലേക്ക് പോയത്. കടവൂർ സ്വദേശിയായിട്ടുള്ള സുമേഷിന്റെ കുടുംബമാകട്ടെ അതീവ ദുഃഖകരമാണ്. കാരണം കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു സുമേഷ്.
കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ വന്ന് മടങ്ങിപ്പോയ വ്യക്തിയാണ്. കൊല്ലത്ത് മരിച്ച 4 പേരിൽ 2 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. 2 പേരുടെ മൃതദേഹങ്ങൾ പിന്നീട് സംസ്കരിക്കും. മരിച്ച കോട്ടയം സ്വദേശികളായ 3 പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ അബ്രഹാം സാബുവിന്റെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും വിദ്യാകാനം സ്വദേശി ശ്രീഹരി പ്രദീപിന്റെയും സംസ്കാരം ഞായറാഴ്ചയായിരിക്കും. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ കോട്ടയം സ്വദേശികളായ 3 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ അബ്രഹാം സാബു, ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ചത്. 29-കാരനായ സ്റ്റെഫിൻ അബ്രഹാം സാബുവിന്റെ മൃതദേഹം അല്പം മുമ്പ് കോട്ടയത്തെത്തിച്ച് പുതുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. 2019 മുതൽ കുവൈത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു. പിതാവും മാതാവും 2 സഹോദരങ്ങളുമുണ്ട്. പിതാവ് സാബു 2 വർഷമായി അർബുദ രോഗബാധിതനായി ചികിത്സയിലാണ്. പുതിയ വീട്ടിലേക്കുള്ള മാറ്റം, വിവാഹം എന്നിങ്ങനെ വലിയ 2 സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ഈ യുവാവ് യാത്രയാവുന്നത്. തിങ്കളാഴ്ച സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ് ആകട്ടെ കേവലം 8 ദിവസം മുമ്പ് മാത്രമാണ് കുവൈത്തിലേക്ക് എത്തിയത്. പിതാവ് കുവൈത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മകന്റെ ആദ്യ ശമ്പളം പ്രതീക്ഷിച്ച കുടുംബം മരണവാർത്തയാണ് ഇപ്പോൾ അറിയുന്നതെന്ന ദുഃഖകരമായ സാഹചര്യമാണ് ആ കുടുംബത്തിലുള്ളത്. മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച 2 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച 2 മണിക്ക് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം 4 മണിക്ക് പായിപ്പാട് 2 പേരുടെയും മൃതദേഹം ഞായറാഴ്ചയായിരിക്കും സംസ്കരിക്കുക. മറ്റൊരാളുടെ സ്റ്റെഫിൻ അബ്രഹാമിന്റെ മൃതദേഹം തിങ്കളാഴ്ച സംസ്കരിക്കും. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലപ്പുറം സ്വദേശികളുടെ മൃതദേഹം സംസ്കരിച്ചു. നൂഹിനും ബാഹുലേനും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നാട് നൽകിയത്. കുവൈത്തിലെ തീപിടുത്തത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് 2 പേരാണ് മരിച്ചത്. പുലാമന്തോൾ തിരുത്ത് സ്വദേശിയായ ബാഹുലയനാണ് ഒന്ന്. ഈ ബാഹുലയൻ കഴിഞ്ഞ 7 വർഷമായി പ്രവാസിയാണ്. ഈ പ്രവാസ ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ നാട്ടിൽ വലിയ പൊതുപ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന, അതോടൊപ്പം തന്നെ കുവൈത്തിലും ഈ പ്രവാസി സേവന രംഗത്തെല്ലാം സജീവമായിരുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ മാസം കസിന്റെ കല്യാണത്തിനായി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവധി ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ കഴിയാതെ പോയത്. ഈ ഓണത്തിന്റെ സമയത്തിൽ വരാനായി ടിക്കറ്റിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. അച്ഛനും അമ്മയും ഭാര്യയും ഉൾപ്പെടെയുള്ള കുടുംബമാണ് ഉള്ളത്. അതോടൊപ്പം മറ്റൊന്ന് തിരൂർ കൂട്ടായി സ്വദേശി നൂഹാണ്. നൂഹ് കഴിഞ്ഞ 11 വർഷമായി പ്രവാസിയാണ്. നേരത്തെ മത്സ്യത്തൊഴിലാളിയായിരുന്ന നൂഹ് മത്സ്യമേഖലയിലായിരുന്നു ആദ്യം ഈ കുവൈത്തിൽ ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 1.5 മാസമായാണ് പുതിയ കമ്പനിയിൽ പ്രവേശിച്ചത്. അവിടെ വെച്ചാണ് ഈ അപകടമുണ്ടായത്. 2 പേർക്കും ശരീരത്തിൽ പൊള്ളലേറ്റിട്ടില്ല, മറിച്ച് ഈ ശ്വാസകോശത്തിലേക്ക് ഈ പുക എത്തുകയും പുക ശ്വസിച്ച് മരിച്ചു എന്നുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റാണ് 2 പേരുടെയും ഉള്ളത്. 2 പേരെയും വലിയ വേദനയോട് തന്നെ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 5 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. 5 പേരുടെയും മൃതദേഹങ്ങൾ സന്ധ്യയോടെയാണ് നാടുകളിലെത്തിച്ചത്. കുവൈറ്റിലുണ്ടായ അപകടത്തിൽ കണ്ണൂർ ജില്ലക്കാരായ 3 പേരുടെ ജീവനാണ് നഷ്ടമായത്. ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണ, കുറുവ സ്വദേശി അനീഷ് കുമാർ, ഒപ്പം പാടിയോട്ടുചാൽ സ്വദേശി നിതിൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് കണ്ണൂരിൽ എത്തിയത്. നിതിൻ്റെ മൃതദേഹം വയക്കരയിലെ വീട്ടിലേക്കാണ് എത്തിച്ചത്. നിതിൻ്റെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട് എന്നത്. കഴിഞ്ഞ തവണ നാട്ടിലെത്തിയപ്പോൾ നിതിൻ ഒരു വീടിൻ്റെ പണിക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ തറ കെട്ടിയിട്ടിരുന്നു. ആ വീടിൻ്റെ തറയിലും നിതിൻ്റെ മൃതദേഹം അവസാനമായി പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷമാണ് അവിടുത്തെ സമുദായ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചത്. അനീഷ് കുമാറിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ വിദേശ രാജ്യങ്ങളിലാണുള്ളത്. അവർ എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് മൃതദേഹം കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റൊരാൾ വിശ്വാസാണ്. വിശ്വാസത്തെ സംബന്ധിച്ച് അദ്ദേഹം 1 വർഷം മുമ്പാണ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് കുവൈറ്റിലേക്ക് പോകുന്നത്. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ 2 കാസർഗോഡ് സ്വദേശികൾക്കാണ് ജീവൻ നഷ്ടമായത്. കാസർഗോഡ് തൃക്കരിപ്പൂർ എളമ്പച്ചിയിലെ കുഞ്ഞിക്കേളു 25 വർഷമായി പ്രവാസിയാണ്. ഈ പ്രവാസത്തിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വലിയ ദാരുണമായ ഒരു അപകടം സംഭവിച്ചത്. ഈ എഞ്ചിനീയറാണ് കുഞ്ഞിക്കേളു. അവിടെ ജോലി ചെയ്ത് വിശ്രമ ജീവിതത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുകയും ദാരുണമായി മരണപ്പെടുകയും ചെയ്തത്. രണ്ടാമത്തെ ആള് യുവാവ്
യുവാവാണ്. ചെർക്കളയിലുള്ള കുണ്ടടുക്കം സ്വദേശിയാണ്. കുണ്ടടുക്കത്തെ രഞ്ജിത്ത്. ഈ രഞ്ജിത്ത് 10 വർഷമായി പ്രവാസിയാണ്. രഞ്ജിത്ത് ചെറിയ ജോലികളിലൂടെ പ്രവാസം ആരംഭിക്കുകയും ഇപ്പോൾ അക്കൗണ്ടറായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ രഞ്ജിത്ത് 1.5 വർഷം മുൻപാണ് നാട്ടിലേക്ക് തിരിച്ച് ഗൾഫിലേക്ക് പോയിരുന്നത്. ഈ 1.5 വർഷം മുൻപ് തൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ കർമ്മത്തിന് സാക്ഷിയായതിനു ശേഷം സന്തോഷത്തോടെ ഗൾഫിലേക്ക് പോവുകയായിരുന്നു. 2 മാസത്തിന് ശേഷം നാട്ടിലെത്തി. കണ്ണീരോടെയാണ് പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുടുംബം ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം കുര്യാത്തി സ്വദേശി അരുൺ ബാബുവിന് അച്ഛനും സഹോദരിയും അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ അടുത്താണ് ചിതയൊരുക്കിയത്. കെടാകുളത്തുള്ള സഹോദരിയുടെ വീട്ടിലെത്തിച്ച ശ്രീജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ ഇടവയിലെ വീട്ടിലായിരുന്നു. കുവൈത്തിൽ മരിച്ച തിരുവനന്തപുരം കുര്യാത്തി സ്വദേശി അരുൺ ബാബുവിന്റെ വലിയൊരു സ്വപ്നമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാതി പണിതിട്ട വീടും ഈ 5 സെന്റ് പുരയിടവും. നാട്ടുകാരെല്ലാവരും പറയുന്നത് ഈ നാടിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അരുൺ ബാബു. അരുൺ ബാബുവിന്റെ വിയോഗം ഒരു തരത്തിലും താങ്ങാൻ കഴിയാതെ, ഉൾക്കൊള്ളാൻ കഴിയാതെ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരുമെല്ലാം അരുൺ ബാബുവിന്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുകയാണ്. ഇവിടെയാണ് കുറച്ചു കാലം അരുൺ ബാബു വിവാഹത്തിന് ശേഷം ഭാര്യയും കുഞ്ഞുമായി ഇവിടെ താമസിച്ചിരുന്നത്. 2ാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഈ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലേക്ക് മാറുന്നത്. അതിനുശേഷം പ്രവാസ ജീവിതം സ്വപ്നം കാണുന്ന പ്രവാസ ജീവിതത്തിൽ അവിടെ വെച്ച് ഈ വീട് പുതുക്കി പണിയണമെന്നൊക്കെ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു വിയോഗത്തിൽ ഈ വീട് പോലും ഇനി എന്താകുമെന്നറിയാതെ വിഷമത്തിൽ നിൽക്കുകയാണ് ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം. അപ്പോൾ അരുൺ ബാബുവിന്റെ ഒപ്പം കളിച്ചു വളർന്ന, എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അനിക്കുട്ടൻ നമുക്കൊപ്പം ഉണ്ട്. അനിക്കുട്ട, വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ശരിക്കും അരുൺ ബാബു നിങ്ങൾക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ട ആളായിരുന്നല്ലേ? പ്രിയപ്പെട്ട ആളാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം അറിയിക്കുകയാണെങ്കിലും പുള്ളിക്കാരൻ അറിഞ്ഞാണെങ്കിലും ഓടിയെത്തുന്നതാണ്. അങ്ങനെ നല്ലൊരു വ്യക്തി. ഈ നാട്ടിന് വേണ്ടിയൊക്കെ ഒത്തിരി നല്ല കാര്യ സഹപ്രവർത്തനങ്ങളൊക്കെ, നല്ലൊരു പാർട്ടി പ്രവർത്തകനും കൂടിയാണ്. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ വീടായിരുന്നു. ഇപ്പോൾ പോയിട്ട് 7 മാസമായുള്ളൂ. ഈ 7 മാസം ആകുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ വന്നത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ നേരത്തെ അനിക്കുട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് ഓർമ്മകൾ, ചെറുപ്പകാലം മുതൽ ഒപ്പം കളിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ആ ഓർമ്മകളൊക്കെയാണ് അരുൺ ബാബുവിൻ്റെ കൂട്ടുകാർ പങ്കുവെക്കുന്നത്. അമ്മയുറങ്ങുന്ന മണ്ണിൽ സ്വന്തമായൊരു വീട് നിർമ്മിക്കുക എന്ന സ്വപ്നവും പേറിയാണ് 7 വർഷങ്ങൾക്ക് മുൻപ് ശ്രീജേഷ് പ്രവാസിയായത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ ആ വീട് അടിസ്ഥാനത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്നില്ല. ഏറ്റവും അവസാനമായി 5 മാസം മുമ്പ് നാട്ടിലെത്തിയ ശ്രീജേഷ് ഈ ജൂൺ 6-ാം തീയതിയായിരുന്നു വീണ്ടും കുവൈത്തിലേക്ക് മടങ്ങിയത്. സെയിൽസ്മാനായി ജോലി നോക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ദുരന്തം തേടിയെത്തി. നാട്ടുകാർ അപ്പോഴും വിശ്വസിച്ചിരുന്നില്ല ശ്രീജേഷ് മരണപ്പെട്ടുവെന്ന്. കാരണം ശ്രീജേഷ് നാട്ടിൽ നിന്ന് പ്രവാസിയായി മടങ്ങിയെന്ന കാര്യം പോലും പലരും ഇവിടെ അറിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം സ്വദേശികളായ 2 പേരുടെയും മൃതദേഹങ്ങൾ അല്പസമയം മുമ്പാണ് സംസ്കരിച്ചത്. അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് കുവൈത്തിലെത്തിയത്. ബിനോയ്ക്ക് വിട നൽകാൻ 100 കണക്കിന് ആളുകളാണ് ചാവക്കാട്ടെത്തിയത്. കുവൈത്തിലെ ദുരന്തത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശിയാണ് ബിനോയ് തോമസ്. കഴിഞ്ഞ 5 ദിവസം മുൻപാണ് അദ്ദേഹം ഇത്തരത്തിൽ കുവൈത്തിലേക്ക് ഒരു ജോലിക്കായി പോയത്. ഈ തെക്കൻ പാലിയൂർ എന്ന പ്രദേശത്ത് കുറേ വർഷങ്ങളായി വാടകയ്ക്കായിരുന്നു അദ്ദേഹം താമസിച്ചു വന്നിരുന്നത്. പിന്നീട് 1 വർഷം മുൻപാണ് ഒരു ചെറിയ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെതായ ബാധ്യതകളൊക്കെ തന്നെ ഈ ബിനോയ് തോമസിന് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഒരു നല്ല വീട് വയ്ക്കുക, ഒപ്പം തന്നെ എല്ലാ ബാധ്യതകളും തീർക്കുക എന്ന വലിയ സ്വപ്നത്തോടു കൂടിയായിരുന്നു അദ്ദേഹം. അതെ, ഇത്തരം സ്വപ്നങ്ങളുമായാണ് പലരും കടല് കടന്നത്. ഇനിയുള്ള ചോദ്യം ഇത്തരം അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കണമെന്നാണ്. അതിന് കൈക്കൊണ്ട നടപടികളെ കുറിച്ചാണ്. വിട പറഞ്ഞവർക്ക് മീഡിയ 1ന്റെ ആദരാഞ്ജലികൾ.